മാറ്റ് ഫിനിഷ് അല്ല, ഇതൊരു നാച്ചുറൽ ഫിനിഷ് ആണ് ശരിക്കും തരുന്നത്. പിന്നെ നോൺ സ്റ്റിക്കി ആണ്, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യമുനാസ് വ്ലോഗ്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഹൈപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. ഇത് ഹൈലി എഫക്റ്റീവ് യെറ്റ് ജെന്റൽ എന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവ് ആണ്, ജെന്റലാണ്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ. ആക്ച്വലി ഇത് ജെൽ അല്ല, ഇത് എനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തോന്നിയ നല്ല തിക്ക് ടെക്സ്ചറാണ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഞാൻ ഓൾറെഡി 4 സൺസ്ക്രീൻസിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ ഡീകൺസ്ട്രക്ട് സൺസ്ക്രീനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിക്ക് ടെക്സ്ചറാണ്. ആക്ച്വലി ജെൽ അല്ല, എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ജെല്ലാന്നുള്ളത്. ഇതിൽ കൊടുത്തേക്കുന്നത് ജെൽ, അപ്പോൾ എല്ലാവരും ജെൽ എന്ന് തന്നെ പറയും. ബട്ട് ഇത് തിക്കാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഞാൻ ഒന്നുകൂടെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയട്ടെ. അപ്പോൾ ഇതിൽ SPF 55+ ആണ്. സാധാരണ എല്ലാ സൺസ്ക്രീൻസിലും SPF 50+ ആണല്ലോ. എന്ന് വെച്ചാൽ 98% പ്രൊട്ടക്ഷൻ കിട്ടും സണ്ണിന്. ഇത് 55+ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ 98 ആണെങ്കിൽ 50+ 98 ആണെങ്കിൽ ഇത് ഒരു 99% പ്രൊട്ടക്ഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ PA+++, അത് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. അതും എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് PA+++. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ, യെസ്, എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും. ബിക്കോസ് 55+ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നോൺ സ്റ്റിക്കിയാണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയാം. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ, തിക്ക് ക്രീമി ടെക്സ്ചർ. പിന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നോൺ സ്റ്റിക്കിയാണ്. പിന്നെ ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സിന് ശേഷം അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുകൂടെ വേണമെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചാൽ ഞാൻ നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വാരി വലിച്ച് നല്ല ക്വാണ്ടിറ്റി വേണം അപ്ലൈ ചെയ്യാൻ. പണ്ടൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഞാൻ ഈ അടുത്ത് ഡോക്ടർ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു നമ്മൾ 3 ഫിംഗർ ആപ്ലിക്കേഷൻ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ബട്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര കൂടുതൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് അകത്തിരിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴാണെങ്കിൽ അത്രയും കൂടുതൽ അപ്ലൈ ചെയ്യാം. അതിന് ഒരു പിശുക്കത്തരവും കാണിക്കില്ല. ഇത് എൻ്റെ കയ്യിലുള്ള ചെറിയ സാമ്പിളാണ്, അതുകൊണ്ട് അധികം എടുത്താൽ ഇത് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് എൻ്റെ ടെക്സ്ചർ കാണാൻ. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഒട്ടും സ്റ്റിക്കി അല്ല, നല്ല എന്താ പറയുക, നോൺ സ്റ്റിക്കി ഒരു ടെക്സ്ചറാണ്. നല്ല ഒരു ഫീലാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ക്വിക്ക് അബ്സോർബിങ്, വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെയില്ല, നാച്ചുറൽ ഫിനിഷാണ്. ചിലവർ പറയുന്നുണ്ട് മാറ്റ് ഫിനിഷ് ആണ്, ഞാൻ കേട്ടിട്ടുണ്ട് മാറ്റ് ഫിനിഷ്. അത് പിന്നെ നമുക്ക് കണ്ടാലും തോന്നും. ബട്ട് മാറ്റ് ഫിനിഷ് അല്ല, ഇതൊരു നാച്ചുറൽ ഫിനിഷ് ആണ് ശരിക്കും തരുന്നത്. പിന്നെ നോൺ സ്റ്റിക്കി ആണ്, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും നല്ലതാണോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്കിൻ ടൈപ്സിനും നല്ലതല്ല. ബട്ട് ഓയിലി സ്കിന്ന് ആണ്, ഓയിലി സ്കിന്നാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതിനുശേഷം വേണമെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നും യൂസ് ചെയ്യാം. ബട്ട് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഓയിലി സ്കിന്നിന് മാത്രമാണ്. ഞാനിതിപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ പുറത്താണ് അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ മോയ്സ്ചറൈസറിന് പുറത്ത് വേണം അപ്ലൈ ചെയ്യാൻ സൺസ്ക്രീൻസ് ഒക്കെ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. ബട്ട് ചിലവർ ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ ഈ അടുത്ത് റിവ്യൂസിൻ്റെ കണ്ടപ്പോൾ പറയുന്ന കേട്ടോ, അതിങ്ങനെ പീൽ ഓഫ് ചെയ്ത് പോകുന്നു. ബട്ട് അത് ചിലവർ പറഞ്ഞു മേക്കപ്പിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സൺസ്ക്രീൻ, ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ മേക്കപ്പിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പീൽ ഓഫ് ചെയ്ത് പോകും. അതെ, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട് ചിലവർക്ക്. ബട്ട് ഞാൻ അങ്ങനെ മേക്കപ്പിൻ്റെ പുറത്ത് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ സൺസ്ക്രീൻ പുറത്ത് പോയിട്ട് യൂസ് ചെയ്തിട്ടുള്ള, വീടിൻ്റെ ഉള്ളിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഞാൻ ഫുൾ ഡേ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അല്ല, ഒരു 4 സൺസ്ക്രീൻസിൻ്റെ കമ്പാരിസൺ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഒരാൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ റിവ്യൂ സെപ്പറേറ്റ് റിവ്യൂ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സെപ്പറേറ്റ് റിവ്യൂസ് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറെ സെപ്പറേറ്റ് റിവ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഡീകൺസ്ട്രക്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നുകാർക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓയിലി സ്കിന്നുകാർക്ക് മാത്രമല്ല, ഏത് സ്കിൻ ടൈപ്സും യൂസ് ചെയ്ത ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.